മികച്ച നടൻ മമ്മൂട്ടി. ചിത്രം ഭ്രമയുഗം. കൊടുമൺ പോറ്റി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാഭിനയ മികവിന്. പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. അതും മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാ തരത്തിലും വലിയ വിജയങ്ങളായിരുന്നു, കലാപരമായും സാമ്പത്തികമായും. പുതിയ അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ 1 മില്ലിമീറ്ററിൻ്റെ 1 ഭാഗം പോലും താഴെയല്ല. അവരെനിക്കൊപ്പമാണ്. പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് മറ്റേ എനിക്ക് കിട്ടിയതാണെന്ന് തോന്നുന്നു. അതുപോലെ സൗബിൻ, നടി ഷംന, അങ്ങനെ എല്ലാവരും അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയവരാണ്. ഞാൻ ഈ ഫെമിനിസ്റ്റ് ഫാത്തിമ കണ്ടു. ഈ അടുത്ത ദിവസം നിങ്ങളീ പലരും കണ്ടു കാണും. ഈ പുരുഷാധിപത്യത്തെ പറ്റിയാണ് സിനിമ എങ്കിലും നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഭാര്യയോടൊന്ന് ഫാനിടാൻ പറഞ്ഞു കാണും. ആ സിനിമയിലെ ഭർത്താവിൻ്റെ പ്രധാന ജോലി ഭാര്യയോട് ഫാത്തിമ ഫാൻ നിട്ടെ എന്ന് പറയുക. ഇത്തരം സിനിമകൾ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മലയാളികൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിനിമ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും. നമ്മുടെ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ എപ്പോഴും ചോദിക്കുന്നുണ്ട്, മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെ എന്താണ് ഇങ്ങനെ, അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നത്, ഇത്ര നല്ല കഥകൾ കിട്ടുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇവിടെ അത് കാണാൻ ആളുള്ളത് കൊണ്ടാണ്.